ചിരിച്ചേടോ, ഹാപ്പി അല്ലേ നിങ്ങൾ? നമ്മൾ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുക കേട്ടോ. ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളെ തളർത്താനും നമ്മളെ സങ്കടപ്പെടുത്താനൊക്കെ ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാനും നമ്മളൊന്ന് സങ്കടപ്പെടുമ്പോൾ ഓക്കെയാന്ന് പറയാനും ആരും വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നമ്മൾ തന്നെ മതി. നമുക്ക് അറിയാലോ നമ്മൾ ഏത് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളാകെ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയെന്ന്. അപ്പം നമുക്ക് നമ്മൾ തന്നെ ഉള്ളിൽ പറയാം, സാരമില്ല, ഓക്കെയാണ്, നമ്മളത് ഓവർകം ചെയ്യും, നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മളിനി ഇതിൽ തളരില്ല, ഇതിൻ്റെ അകത്തുനിന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ മാറും. അങ്ങനെയൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയാം. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളിങ്ങനെ ഡൗൺ ആകുമ്പോൾ പൊക്കിക്കൊണ്ട് വരാനും എപ്പോഴും ആൾക്കാരുണ്ടാവില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ ഫീലിങ്സ് എന്താണ്, നമുക്ക് എന്താണ് നമ്മുടെ പ്രശ്നം എന്നൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ട് എന്താവുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ സന്തോഷിക്കുന്നത് കാണാനാണ് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടം അല്ലേ? അപ്പം നമ്മൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. അതുപോലെ ചില ആളുകൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഡ്രസ്സിൻ്റെ കേസിൽ. കുറേ ആൾക്കാർ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ പുതിയ പുതിയ ഡ്രസ്സാണല്ലോ ഇടുന്നത്, നമുക്ക് അങ്ങനെ മാറ്റിയിടാൻ ഡ്രസ്സ് ഇല്ലല്ലോ എന്നൊക്കെ. നമ്മൾ എന്തിനാ അതിൽ സങ്കടപ്പെടുന്നത്? നമ്മളെ കയ്യിലുള്ളതിൽ നല്ല ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അതിട്ട് നല്ല അടിപൊളിയായിട്ട് പോവാം. ചിലത് അവർ പുതിയ ഡ്രസ്സിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മളെ പഴയ ഡ്രസ്സ് അല്ലേ? നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഏതായാലും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഫംഗ്ഷന് പോകുമ്പോൾ പുതിയ ഡ്രസ്സ് വാങ്ങാനൊന്നും പൈസ ഉണ്ടാവില്ല. അതിന് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സിൽ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവാം. ഓക്കെ, അതിൽ നമ്മളിട്ട ഡ്രസ്സാണല്ലോ ഇട്ടത്, നമ്മളാരും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരില്ലല്ലോ. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് കൂളായിട്ട് തന്നെ പോവാം. നമ്മൾ ആ ഫംഗ്ഷനൊക്കെ അടിച്ച് പൊളിക്കുക. എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ നമുക്ക് ആരും ഇല്ല എന്ന് ഓൾറെഡി നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുണ്ട്, എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് നമ്മളുണ്ട്, നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം.